എല്ലാവർക്കും നമസ്കാരം. ടാലന്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അറിഞ്ഞു കാണും അല്ലേ, നമ്മുടെ മെയ് മാസത്തിലൊക്കെ ആയിട്ട് ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷ ഡേറ്റുകളൊക്കെ വന്നതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഡിഗ്രി പ്രിലിംസ് ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തതിന്റെ കൂട്ടത്തിൽ തന്നെ ഡിഗ്രി പ്രിലിംസിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള കുറെ പരീക്ഷകളുടെ കാര്യം കൂടെ അതിനകത്ത് പറയുന്നുണ്ട് അല്ലേ. ഏകദേശം 21 കാറ്റഗറികളാണ് ആ പരീക്ഷയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡിഗ്രി പ്രിലിംസിനകത്ത് ആ 21 പരീക്ഷയുടെയും പ്രിലിംസ് ആയിരിക്കും എന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഡിഗ്രി ലെവൽ പരീക്ഷകളെ നമ്മൾ ഒരുപാട് ഭയത്തോടു കൂടിയാണോ കാണേണ്ടത്? പ്രിലിംസ് കേട്ടോ, മെയിൻസിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, പ്രിലിംസിന്റെ കാര്യമാണ്. ഒരുപാട് ഭയത്തോടു കൂടിയാണോ നമ്മൾ കാണേണ്ടത്? ഈ പ്രിലിംസ് പരീക്ഷ പാസ്സാവാൻ എന്തെങ്കിലും ഒരു ഹാക്ക് നമുക്കുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറുക്ക് വഴികളുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യുക. ഇനി 2-3 മാസം കൊണ്ട് എനിക്കത് പഠിച്ചെടുക്കാനായിട്ട് പറ്റുമോ? ഞാൻ കുറേ നാളായിട്ട് PSC ഒന്നും പഠിക്കുന്നില്ല, പക്ഷെ എനിക്ക് ഈ പരീക്ഷ ആത്മാർത്ഥമായിട്ട് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ? ഞാൻ എന്താണ് അതിന് വേണ്ടി ചെയ്യേണ്ടത്? അപ്പൊ അത്തരം കുറെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് എന്ത് ചെയ്യുക, ചർച്ച ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഈ 21 കാറ്റഗറിയിലേക്കും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോൾ 6, 7, 8 പോസ്റ്റുകളിലേക്ക് വേണ്ടി മാത്രമായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആ 21 പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഏതൊക്കെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഒരു ധാരണ ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 21 പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അല്ലെ. നമുക്ക് ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റിന്റെ ട്രെൻഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത്, ഈ പറഞ്ഞ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അല്ലെ. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, കേരള പോലീസിലേക്കാണ്. അതിന്റെ എക്സാമിനേഷൻ ടെന്റേറ്റീവ് ഡേറ്റ് വന്നിരിക്കുന്നത് മെയ് ജൂലൈ സമയത്താണ്. അതായത് 1, 2, 3 ഘട്ടങ്ങളായിട്ടായിരിക്കാം പ്രിലിംസ് എന്ത് ചെയ്യാം, ഒരു പക്ഷെ നടക്കുക. മെയ്യിൽ ഒരു ഘട്ടം ഉണ്ടാകാം, ജൂണിൽ ഒരു ഘട്ടം ഉണ്ടാകാം, ജൂലൈയിൽ ഒരു ഘട്ടം ഉണ്ടാകാം. ആ രീതിയിലായിരിക്കാം കേട്ടോ, ആയിരിക്കാം, ഉറപ്പില്ല, ചിലപ്പോൾ ആ രീതിയിലായിരിക്കാം. അപ്പോൾ മെയ് മുതൽ ജൂലൈ വരെയുള്ള ഡേറ്റുകളിലായിരിക്കാം ഈ പറഞ്ഞ പ്രിലിംസ് പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുക. ഇത് ഏത് അപ്ലൈ ചെയ്തവർ ശ്രദ്ധിച്ചു കേൾക്കുക, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അപ്ലൈ ചെയ്തവർ ശ്രദ്ധിച്ചു കേൾക്കുക. ഇനി രണ്ടാമത്തെ പോസ്റ്റ് നോക്കിയടാ, എക്സൈസ് ഇൻസ്പെക്ടർ. അതും എന്ത് തന്നെയാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഞാനും നിങ്ങളും പോലുള്ള PSC ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റ് തന്നെയാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ. അതും ഈ പറയുന്നത് പോലെ ഏത് സമയത്താണ് അതിന്റെ പ്രിലിംസ് പരീക്ഷ, മെയ് ജൂലൈ കാലഘട്ടത്തിൽ തന്നെയാണ് അതിന്റെയും പ്രിലിംസ്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി, ഈ പറഞ്ഞത് ഒരേ പരീക്ഷയ്ക്കകത്ത് തന്നെയാണ് വരാൻ പോകുന്നത്. ഇനി മെയിൻസും ഈ പറഞ്ഞ സെയിം കാലഘട്ടത്തിൽ തന്നെയാണ്, ഓഗസ്റ്റ് ഒക്ടോബർ സമയത്തായിട്ടായിരിക്കും എന്തുണ്ടാവുക, മെയിൻസ് പരീക്ഷ ഉണ്ടാവുക. ഓഗസ്റ്റിൽ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്, കാരണം ജൂലൈ വരെ എന്ത് പറയുന്നുണ്ട്, പ്രിലിംസ് പറയുന്നുണ്ട്. ഓഗസ്റ്റിന്റെ ആദ്യം റിസൾട്ട് വന്നാൽ, അല്ലെങ്കിൽ ജൂലൈ അവസാനം റിസൾട്ട് വരികയാണെങ്കിൽ ഓഗസ്റ്റ് അവസാനം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ SI മെയിൻസ് നടന്നിരുന്നത് ഓഗസ്റ്റ് 30-ാം തീയതിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ മെയിൻസിന്റെ ഡേറ്റ് എന്ത് ചെയ്യണ്ട, മനസ്സിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രിലിംസ് പാസ്സാവുക എന്നുള്ളതാണ്. അപ്പൊ പ്രിലിംസ് എങ്ങനെ പാസ്സാകാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുക. അതിനു മുമ്പ് ഏതൊക്കെ കാറ്റഗറികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇനി അടുത്തത് നോക്കിയാൽ ഇത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്. എക്സൈസ് ഇൻസ്പെക്ടർ ഡയറക്റ്റ് അല്ല, ബൈ ട്രാൻസ്ഫർ ആണ്. അതിന്റെയും ഈ സെയിം സമയത്ത് തന്നെയാണ് ഉണ്ടാവുക. അടുത്തത് നോക്കിയാടാ, ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ഷെഡ്യൂൾ ട്രൈബിന് വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് SIയുടേത്. അതും ഈ പറയുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പ്രിലിംസ് പരീക്ഷ നടക്കുന്നത്. അടുത്ത നോക്കിയടാ, അസിസ്റ്റന്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള പരീക്ഷയാണ് അല്ലെ. നമ്മുടെ 2021 പ്രിലിംസ് നടന്ന പരീക്ഷ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ പരീക്ഷ നമ്മൾ പ്രിലിംസും മെയിൻസും ഒക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രിലിംസ് വീണ്ടും വിളിച്ചിരിക്കുകയാണ്. 2021 ശേഷമാണ് വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നതാണ്, വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം, മെയ് ജൂലൈയിൽ തന്നെയാണ് അതും ഉണ്ടാവുക. അപ്പോ നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഒഴിച്ചു നിർത്തിയാൽ ഇപ്പൊ എത്ര പോസ്റ്റുകളാണ് നമ്മളിപ്പോ പറഞ്ഞത്, എക്സൈസ് പറഞ്ഞു, നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ വീണ്ടും ഒരു അസിസ്റ്റന്റ്, ഏതാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ കാര്യമാണ് പറഞ്ഞത്. അടുത്ത നോട്ട് ചെയ്യാമടാ, നമ്മുടെ ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ, KSFE, ഈ പറയുന്ന സ്ഥാപനങ്ങളിലെല്ലാമായിട്ട് നമ്മുടെ ഏതാണ്, കമ്പനി ബോർഡ് അല്ലെ. കമ്പനി ബോർഡാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ അതും ഈ പറഞ്ഞ കാലഘട്ടത്തിൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ SI, അത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, നിങ്ങൾക്കും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ബൈ ട്രാൻസ്ഫർ ആണ് കേട്ടോ. ഇത് ബൈ ട്രാൻസ്ഫർ ഉള്ളത് ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അടുത്ത ഒരെണ്ണമുണ്ട്, വീണ്ടും ബൈ ട്രാൻസ്ഫർ ആണ് ഉള്ളത്. ഇത് ബൈ ട്രാൻസ്ഫർ ആണ്. അപ്പോ അടുത്തത് നോക്കിയാണ്, വീണ്ടും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ട്. അതുപോലെ ഇതും ബൈ ട്രാൻസ്ഫർ ആണ്.
ഇനി അടുത്തത് നമുക്ക് വീണ്ടും നോക്കേണ്ടത് വീണ്ടും ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്. ഇത് ഏതാടാ? ഡയറക്റ്റ്, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അല്ലെ. അപ്പൊ യൂണിവേഴ്സിറ്റിയുടേത് ഡയറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലായി. ഇത് സൂപ്പർവൈസർ, പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇത് ഈ പറഞ്ഞതുപോലെ അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഡേറ്റുകൾ കൃത്യമായിട്ട് മനസ്സിൽ വെക്കേണ്ടതാണ്. അടുത്ത നോക്കിയടാ, ഇതും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തൃശ്ശൂരത്തേക്ക് വേണ്ടിയുള്ള ഒരു പരീക്ഷയാണ്. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തൃശ്ശൂർ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണത്. അപ്പൊ അതും ഈ പറഞ്ഞ കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കും അതിന്റെയും പ്രിലിംസ് വരിക. ഇത് നോട്ട് ചെയ്തോടാ. ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇതിപ്പോ നമ്മൾ അപ്ലൈ ചെയ്തതാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തതാണ് അല്ലെ. അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ്, അത് ഇതും ഉണ്ട്. ബൈ ട്രാൻസ്ഫറും ഉണ്ട്, രണ്ട് രീതിയിലും ഉണ്ട്. ഡയറക്റ്റും ഉണ്ട്, ബൈ ട്രാൻസ്ഫറും ഉണ്ട്. ഇത് മൂന്നായിട്ടാണ് കേട്ടോ. ബൈ ട്രാൻസ്ഫർ ഉണ്ട്, പിന്നെ ബൈ ട്രാൻസ്ഫർ ഫ്രം അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസേഴ്സ്, മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന്, എസ്പെഷ്യലി കേരള സെക്രട്ടേറിയറ്റ് സബോർഡിനേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം ഉണ്ട്. അപ്പൊ ഇത്രയും പരീക്ഷകളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഈ ഒരൊറ്റ പ്രിലിംസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ എഴുതുന്ന പരീക്ഷകൾ മാത്രം ഞാൻ എന്ത് ചെയ്യാടാ, ടിക്ക് ചെയ്യാം. അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉള്ളത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ടിക്ക് ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോടാ, ഒരു പുസ്തകം എടുക്കുക. എന്നിട്ട് ഞാൻ എഴുതുന്ന പരീക്ഷകൾ ഏത് മെയ് മാസത്തിൽ എനിക്ക് പ്രിലിംസ് ഉള്ള പരീക്ഷകൾ എന്ന് പറഞ്ഞത് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അതിന്റെ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിച്ച് തുടങ്ങിക്കൊള്ളുക. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടതാ, ഇത് നമുക്കാണ്, അതുപോലെ ഈ പറഞ്ഞ ഇതും നമുക്കാണ്. അപ്പൊ രണ്ടെണ്ണമായി നമുക്ക് രണ്ടെണ്ണമായി. അടുത്ത ഇത് നമുക്കില്ല, ഇൻറ്റു മാർക്ക് ഇടുകയാണ്. ഇത് നമുക്കുണ്ട്, മൂന്നെണ്ണമായി. ഇത് നമുക്കുണ്ട് 4, ഇത് നമുക്കുണ്ട് 5, ഇത് നമുക്കുണ്ട് 6. ഇനി ഇത് നമുക്കില്ല, അതുപോലെ ഇത് നമുക്കുണ്ട് അല്ലെ. ഇത് നമുക്കില്ല, ഇത് നമുക്കില്ല, ഇത് നമുക്കുണ്ട്, ഇത് നമുക്കില്ല, അതുപോലെ ഇത് നമുക്കില്ല, ബൈ ട്രാൻസ്ഫർ ആണ്. ഇത് നമുക്കുണ്ട്, ഇതുണ്ട്, ഇതുണ്ട്, അടുത്തത് ഇതുണ്ട്. ഇത്രയുമാണ്. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പൊ 12 പരീക്ഷകളാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. 12 പരീക്ഷകൾക്കാണ് നമ്മൾ ആ പ്രിലിംസ് എന്ത് ചെയ്യുന്നതാ, അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിലൊരു അപകടം ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 എണ്ണമാണ്. അപ്പൊ ഈ പ്രിലിംസ് നമ്മൾ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ പ്രിലിംസ് എന്ത് വില കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ പാസ്സാവണം. അപ്പൊ നിങ്ങൾ പറയും, ഇത്രയും നാൾ പഠിച്ചിട്ട് ഞാൻ പാസ്സായിട്ടില്ല ഒരു പ്രിലിംസും, ഇനി ഞാൻ എങ്ങനെയാണ് പാസ്സാവുക? ഇത്രയും കൊല്ലം പഠിക്കുന്നവരുടെ കൂടെയൊക്കെ അല്ലേ ഞാൻ കോമ്പീറ്റ് ചെയ്യേണ്ടത്? ആ ചിന്താഗതികളൊക്കെ എന്ത് ചെയ്യണം, മാറ്റിവെക്കുക. എന്നിട്ട് നിങ്ങൾ നേരെ എന്തെടുക്കുക, ഈ പറഞ്ഞ കട്ട് ഓഫ് എടുക്കുക. ഓക്കെ, ആദ്യം ഞാൻ കട്ട് ഓഫ് പറഞ്ഞു തരാം. കട്ട് ഓഫ് ഡിഗ്രി പ്രിലിംസിന്റെ പ്രീവിയസ് കട്ട് ഓഫുകളാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ സോക്കോൾ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വരെ ഡിഗ്രി പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയായിരുന്നു നോക്കടാ, 50-ൽ താഴെ 46 മാർക്ക് മാത്രമായിരുന്നു ഡിഗ്രി പ്രിലിംസിന്. എന്തിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പ്രിലിംസിന്റെ കട്ട് ഓഫ് സെക്രട്ടേറിയറ്റിന്. ഇനി നമ്മുടെ LSGI, അതായത് പഞ്ചായത്ത് സെക്രട്ടറി, അതിന്റെ കട്ട് ഓഫ് നോക്കിയടാ, 50-ൽ താഴെയല്ലേ, 49 അല്ലേ, റൗണ്ട് ചെയ്ത് പിടിക്കുക. 50 എടുത്താൽ പോലും 50-ന് മുകളിൽ പോയിട്ടില്ല. ഇനി അടുത്ത് നോക്കണം, SI 42, അടുത്ത SI 33, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എത്രയേ പോയിട്ടുള്ളൂ, 50. കമ്പനി ബോർഡിന്റെ കട്ട് ഓഫ് നോക്കണം, 39, 37 ഒക്കെയാണ് കട്ട് ഓഫ് എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഈ കട്ട് ഓഫ് ഒരു 5 or 6 മാർക്ക് നിങ്ങൾ കൂടുതൽ പിടിച്ചോ, എന്നാൽ പോലും 55-ന് മുകളിലായിട്ട് ഒരു ഡിഗ്രി പ്രിലിംസിന്റെ കട്ട് ഓഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ലടാ, കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഞാൻ ഈ പറയുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ ജനറൽ ആയിട്ട് എഴുതുന്ന പരീക്ഷകളുടെ കട്ട് ഓഫ് ഈ പറഞ്ഞ 50-നും 60-നും ഇടയിൽ മാത്രമാണ് എന്ത് ചെയ്യാറുള്ളത്, സാധാരണ രീതിയിൽ വരാറുള്ളത്. അപ്പോ നമുക്ക് ഈ 50-നും 60-നും ഇടയിൽ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, മനസ്സിലായില്ല? അപ്പൊ അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഓക്കെ, 2 രീതിയിൽ നമുക്ക് പരീക്ഷ എന്ത് ചെയ്യാടാ, അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് 100 മാർക്കിന്റെ പരീക്ഷയാണ്. അത് നമുക്ക് 2 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റൂടാ, അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് നമ്മുടെ GK 50 മാർക്ക്, 2 നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പറയുന്ന 50 മാർക്ക്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 50 മാർക്കും GK 50 മാർക്കും. ഓക്കെ ആണല്ലോടാ. 2 രീതിയിൽ ചെയ്യാം. 2-ലും 50-50 വീതം, അതായത് 25 മാർക്ക് വീതം കിട്ടിയാൽ നിങ്ങൾ എവിടെ എത്തൂടാ, പ്രിലിംസ് പാസ്സാവും. അതാണ് ഏറ്റവും ലളിതമായിട്ട് നമുക്ക് പാസ്സാവാനുള്ള ഒരു മെത്തേഡ്. അതല്ല എന്ന് വിചാരിക്കും, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പരീക്ഷ എഴുതുന്നത് ഈ ഇംഗ്ലീഷ്, മലയാളം, അല്ലെങ്കിൽ ഈ പറയുന്ന മലയാളത്തിലോ ഇംഗ്ലീഷിലോ മാത്സിലോ ആണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങളുടെ സ്ട്രെങ്ത് അവിടെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ 50 മാർക്ക് വരുന്ന പരീക്ഷകൾ ഏതൊക്കെ, 20, 20, 10.
ഇത് മൂന്നും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഈ 50 മാർക്കിൽ നിങ്ങൾക്ക് ഒരു 30നും 35നും ഇടയിൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റിയാൽ മതി. എത്ര മാർക്ക് വാങ്ങിച്ചാൽ മതിയടാ? ഒരു 30നും 35നും ഇടയിൽ മാർക്ക് എന്ത് ചെയ്താൽ മതിയാവും, മേടിച്ചാൽ മതിയാവും. അപ്പൊ 30 to 35 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്ന് നിങ്ങൾക്ക് മിനിമം എത്രയെങ്കിലും കിട്ടണോടാ, 30നും 35നും ഇടയിലെങ്കിലും മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സ്കോർ ചെയ്യാനായിട്ട് പറ്റണം. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ മിനിമം അത്രയെങ്കിലും എന്ത് ചെയ്യണം, സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ 30 to 35. അപ്പൊ നമ്മളിവിടെ 35 മാർക്ക് ഞാൻ 50ൽ മേടിച്ചു എന്ന് വിചാരിക്കുക. എടാ നമുക്ക് ഇനി ബാക്കി 50ൽ എത്ര മേടിച്ചാൽ മതി? എടാ 15 മാർക്ക് മേടിച്ചാൽ മതി. ബാക്കി എത്ര മേടിച്ചാൽ മതി? നമുക്ക് 15 മാർക്ക് മേടിച്ചാൽ മതി. ഈ 50 എന്ന് പറയുന്ന കടമ്പ കടക്കണമെങ്കിൽ ഇനി നമുക്ക് എത്ര മാർക്ക് കൂടെ മതിയടാ? 50ൽ 15 മാർക്ക് കൂടെ മതിയാവും. ആ 15 മാർക്ക് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കിട്ടാടാ? ഹിസ്റ്ററി 10 മാർക്കിനാണ് ഹിസ്റ്ററി ഉള്ളത് അല്ലെ. അതിൽ നിങ്ങൾ എത്ര പാടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നൊരു 2 to 3 മാർക്ക് ഒരു മിനിമം നോളജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂടാ, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ ഈ മിനിമം നോളജ് നമ്മൾ എങ്ങനെയാണ് വരുത്തിയെടുക്കുക? പറഞ്ഞു തരാം. നിങ്ങൾക്ക് PQ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലടാ. 2021 മുതൽ 25 വരെ PSC നടത്തിയിട്ടുള്ള ഡിഗ്രി പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിൽ ഹിസ്റ്ററി ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നതെന്നും ആ പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറുകൾ നന്നായി വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 to 3 മാർക്ക് പുഷ്പം പോലെ എന്ത് ചെയ്യാൻ പറ്റൂടാ, നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര കിട്ടണോടാ? ഒരു 2 to 3. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് എത്രയാടാ? 38 മാർക്കായില്ലേ? 38 മാർക്കായില്ലേ? ഇനി രണ്ടാമത് നോക്കിയടാ, ജോഗ്രഫി. ചിലർക്ക് ജോഗ്രഫി 5 പോവണം, ചിലർക്ക് ജോഗ്രഫി ഭയങ്കര പാടായിരിക്കും, ചിലർക്ക് ജോഗ്രഫി കിട്ടത്തില്ല. പോട്ടെ, ജോഗ്രഫിയിൽ നിന്ന് ഞാൻ 1 മാർക്ക് പോട്ടെ 2 മാർക്ക് നിങ്ങളോട് മേടിക്കാൻ പറയുന്നുള്ളൂ. എത്ര മാർക്കാടാ മേടിക്കാൻ പറയുന്നത്? 2 മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയാൽ മതി. എത്ര മാർക്ക് മതിയടാ? 2 മാർക്ക്. അപ്പൊ നിങ്ങളുടെ മാർക്ക് എത്രയായി നോക്കിയടാ? 40 മാർക്കായി. എത്ര മാർക്കായി കുഞ്ഞുങ്ങളെ പറഞ്ഞേടാ? 40 മാർക്കായി. എത്ര മാർക്കായി നിങ്ങൾക്ക്? 40 മാർക്ക്. ഓക്കെ അല്ലേ? ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കഴിഞ്ഞ പ്രിലിംസിന്റെ കട്ട് ഓഫിലേക്ക് വെറും എത്ര മാർക്ക് മാത്രമേ നിങ്ങൾ വ്യത്യാസമുള്ളടാ? 6 മാർക്ക് മാത്രമേ നിങ്ങൾ വ്യത്യാസമുള്ളൂ. ബാലൻസ് നിങ്ങൾക്ക് ഏതൊക്കെ കിടപ്പുണ്ടടാ? 5ഉം 5ഉം 10, 15, 35 മാർക്കിന്റെ സാധനങ്ങൾ നിങ്ങൾക്ക് ഇനിയും ബാക്കി കിടക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇനി എത്ര മാർക്ക് കൂടെ മതിയടാ? 6 മാർക്കും കൂടെ മതി. ഇനി നമുക്ക് അടുത്ത എക്കണോമിക്സ് എടുക്കാം. എക്കണോമിക്സ് എന്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് പറയുകയല്ല, എക്കണോമിക്സ് ഇസ് സിമ്പിൾ. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജക്ട് തന്നെയാണ്. PQ നിങ്ങൾ ഈ പറയില്ലേ, പുതിയതായിട്ട് പഠിക്കുകയാണ് അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ച് നമുക്കൊരു പദമൊക്കെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചു നാളായിട്ട് ടച്ച് ഒന്നും ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ PQ തന്നെ ധാരാളമായിട്ട് മതിയാവും കേട്ടോ. PQ തന്നെ പഠിച്ചാൽ മതി. PQ ഒന്ന് റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യോടാ, നിങ്ങളുടെ തല വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പൊ ഇവിടെ എക്കണോമിക്സ് ചെയ്യുന്നു കുഞ്ഞുങ്ങളെ ഞാൻ പറയുകയാണ്, നിങ്ങളൊരു 2 മാർക്ക് എക്കണോമിക്സിന് 2 മാർക്കടാ. വെറുതെ ഒരു 2 മാർക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. നീതി ആയോഗ് പഠിച്ചുകൊണ്ട് പോയാൽ 1 മാർക്ക് കിട്ടും നിങ്ങൾക്ക്. RBI പഠിച്ചുകൊണ്ട് പോയാൽ 1 മാർക്ക് കിട്ടും. ബഡ്ജറ്റ് പഠിച്ചുകൊണ്ട് പോയാൽ ചിലപ്പോൾ 1 മാർക്ക് കിട്ടും. മനസ്സിലായില്ലേ? കണക്ക് പഠിച്ചുകൊണ്ട് പോയാൽ, GDP NDP പഠിച്ചുകൊണ്ട് പോയാൽ ചിലപ്പോൾ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. എളുപ്പമാണ്, പേടിക്കുകയൊന്നും വേണ്ടടാ, കിട്ടും നമുക്ക്. അപ്പോ ഇവിടെ എത്രയും കൂടെ കിട്ടും നമുക്ക്? 2 മാർക്ക് കൂടെ കിട്ടി. നമുക്ക് ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഇനി സിവിക്സ്, ഇപ്പൊ നിങ്ങളെ സിവിക്സ് നിങ്ങൾക്ക് 1 മാർക്കേ ഉള്ളൂ എന്ന് വിചാരിക്കടാ. ഒറ്റ മാർക്ക്. എനിക്ക് സിവിക്സ് ഒന്നും അറിഞ്ഞുകൂടാ, പോട്ടെ, എനിക്ക് 1 മാർക്കേ ഉള്ളൂ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് വീണ്ടും എത്ര മാർക്കേ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കണം? 2 മാർക്കേ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കേ. വീണ്ടും ആർട്ട്, കൾച്ചർ, സ്പോർട്സ്. എടാ ഇതിൻ്റെ അകത്ത് സ്പോർട്സിന്റെ ഗുണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതിനകത്ത് കറണ്ട് അഫെയർ ചോദിക്കും. ഒളിമ്പിക്സിന്റെ കാലഘട്ടങ്ങൾ, ഒളിമ്പിക്സിന്റെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നടന്നിട്ടുള്ള കലാപരമായിട്ടുള്ള പുരസ്കാരങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഈ പറഞ്ഞ ഈവന്റുകൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ കലാരൂപങ്ങളെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. യുനെസ്കോയിൽ ഏതെങ്കിലും ഒക്കെ കലാരൂപങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഉദാഹരണം, ദീപാവലി എന്ന് പറയുന്ന ആഘോഷം ഈ പറഞ്ഞ നമ്മുടെ യുനെസ്കോയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്, യുനെസ്കോയിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക, അവർ ചോദ്യമായിട്ട് ചോദിക്കുക. കേരളവുമായി അടുത്ത് കിടക്കുന്നതുമായി അല്ലെങ്കിൽ കേരളവുമായി അടുത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ആഗോളതലത്തിൽ ശ്രദ്ധ കേന്ദ്രീ അല്ലെങ്കിൽ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എത്ര മാർക്ക് വേണോടാ? ഒരു 3 മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയാൽ മതിയടാ. 3 മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയാൽ മതി. എത്ര മാർക്ക് മേടിക്കാൻ പറ്റണം? 3 മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റണം. കമ്പ്യൂട്ടർ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം കൂടുതൽ വരിക. അല്ല ഇതുണ്ടെങ്കിൽ 5 മാർക്കിൽ നിങ്ങൾ ഒരു 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ മതിയടാ. 2 മാർക്ക് കിട്ടിയാൽ മതി. സയൻസ് ആൻഡ് ടെക്നോളജി അതിനകത്ത് നിങ്ങൾക്ക് 2 മാർക്ക് മതിയാവും. ഓക്കെ, അപ്പൊ നമുക്ക് ആ മാർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോടാ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു മാത്സിന് എത്ര വേണം? നമുക്ക് 35 വേണം അല്ലേ? എടാ ഞാൻ നെഗറ്റീവ് ഒക്കെ പോയിട്ട് 35 വേണം എന്നാണേ പറയുന്നത്. അല്ലാതെ നെഗറ്റീവ് ഇല്ലാതെ 35 മാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ഞാനും മണ്ടനായിരിക്കും, കേൾക്കുന്നത് നിങ്ങളും മണ്ടനായിരിക്കും. അല്ല, 35 മാർക്ക് നമുക്ക് നെഗറ്റീവ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വേണ്ടത്. ഓക്കെ, പ്ലസ് നമുക്ക് എത്ര വേണോടാ? ഒരു 3 മാർക്ക്. എവിടെ നിന്ന്? ഹിസ്റ്ററിയിൽ നിന്ന് ഒരു 3 മാർക്ക്. പ്ലസ്
നമ്മൾ ഈ പറഞ്ഞ ജോഗ്രഫിയിൽ നിന്ന് നമുക്ക് ഒരു 2 മാർക്ക്, +2 എക്കണോമിക്സിൽ നിന്ന് നമുക്ക് 2 മാർക്ക്, +1 സിവിക്സിൽ നിന്ന് 1 മാർക്ക്, +2 ഏതിൽ നിന്ന് വരണം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് 2 മാർക്ക്, +3 ഏതിൽ നിന്ന് വരണോടാ, ആർട്ട് ലിറ്ററേച്ചർ അതിൽ നിന്ന് 3 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 2 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 2 മാർക്ക്. നിങ്ങളൊന്ന് കൂട്ടി നോക്കി മക്കളെ, എത്ര മാർക്കാണ് നമുക്ക് വന്നു എന്നുള്ളത്. 35, 3 38, 41, 43, 44, 46, 49, 53 മാർക്കായില്ലേടാ. ഇപ്പൊ നമുക്ക് 53 മാർക്കായില്ലേ? നിങ്ങളൊന്ന് നോക്കിയടാ, ഇതിൽ ഏതെങ്കിലും 53 മാർക്ക് കട്ട് ഓഫ് ഉള്ളതുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണത്തിലുണ്ടോടാ? ഇല്ലല്ലോ. ഒരെണ്ണത്തിൽ പോലും എന്ത് കട്ട് ഓഫ് ആയിട്ടില്ല? 53 കട്ട് ഓഫ് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാവാൻ പറ്റും മക്കളെ, പ്രിലിംസ് പാസ്സാവാൻ പറ്റും. ഒരു വിശ്വാസം ഉണ്ടായിരുന്നാൽ മാത്രം മതി. അതിനോടൊപ്പം ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുമോടാ? ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും കുഞ്ഞുങ്ങളെ. നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. വേക്കൻസികൾ തുറന്നിട്ടിട്ടുണ്ട് ഒരുപാട്. ആ വേക്കൻസികൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റണോടാ? ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ധൈര്യമായിട്ട് എന്ത് പഠിച്ചു തുടങ്ങുക? നമ്മുടെ ഡിഗ്രി പ്രിലിംസ് പ്രിപ്പറേഷൻസ് പഠിച്ചു തുടങ്ങുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2026 ഒരു കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാ? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും ഇതിനെല്ലാത്തിനും കൂടിയാണ് കേട്ടോ. അതായത് സിലബസ് മൊത്തത്തിൽ കവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതോടൊപ്പം തന്നെ 400+ അവേഴ്സ് ഫാക്കൽറ്റി ക്ലാസ്സസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. മോഡൽ എക്സാംസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ടോപ്പിക് വൈസ് ആയിട്ടുള്ള റിവിഷൻ എക്സാംസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട SCRT, അത് പുതിയതും ഉണ്ടാവും പഴയതും ഉണ്ടാകും. 2 SCRT കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ പറയുന്ന പരീക്ഷകൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കറണ്ട് അഫയർ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. PQ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. മെന്റർ സപ്പോർട്ട്, ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ റെക്കോർഡഡ് കോഴ്സിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ റെക്കോർഡഡ് കോഴ്സ് ഈ പറയുന്ന എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആകുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് 5000, 4999, 5000 റൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിലവിലത്തെ പ്രൈസ് എന്ന് പറയുന്നത് 2499 രൂപയാണ് എന്നുള്ളതും കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിന്റെ കാര്യം മറക്കരുത് മക്കളെ. കൃത്യമായിട്ട് ഒരു 50നും 55നും ഇടയിൽ മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങണം മക്കളെ മെയിൻസിലേക്ക്. കാരണം പ്രിലിംസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഏതിലേക്ക് പഠിച്ചു തുടങ്ങുക? ഈ പറഞ്ഞ മെയിൻസിലേക്ക് പഠിച്ചു തുടങ്ങുക. അപ്പോൾ കൃത്യമായിട്ട് നല്ലൊരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് പഠിക്കുക കുഞ്ഞുങ്ങളെ. ടൈം ടേബിൾ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.